ഇനി നമ്മൾ ഇന്നെടുത്ത് നോക്കുമ്പോൾ ഈ സംഭവത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ബെനിഫിഷ്യറി ആരാണ്? ഈ റെയ്ഡിന്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ബെനിഫിഷ്യറി ആരാണ്? ഇന്നത്തെ നിലയിൽ ശ്രീ പിണറായി വിജയനാണ്. കാരണം കേരളത്തിലെ CPM-ന്റെ ഒരു ബ്രാഞ്ച് കമ്മിറ്റി മുതൽ, ഏരിയ കമ്മിറ്റി മുതൽ, ലോക്കൽ കമ്മിറ്റി മുതൽ, ജില്ലാ കമ്മിറ്റികളടക്കം ചവിട്ടി തേക്കുകയാണ് ശ്രീ പിണറായി വിജയനെയും ശ്രീ MV ഗോവിന്ദനെയും. അവരുടെ മോശപ്പെട്ട പ്രവർത്തികളുടെ പേരിൽ, അവരുടെ അഹങ്കാരത്തിന്റെ പേരിൽ, അവർ പറഞ്ഞ വാക്കുകളുടെ പേരിൽ പിണറായി വിജയനെ രണ്ടാമത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി അവരോധിച്ചതിനെതിരെയൊക്കെ ഈ ലോക്കൽ കമ്മിറ്റികളും ബ്രാഞ്ച് കമ്മിറ്റികളും അടക്കം ചവിട്ടി തേച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാലത്ത് ഈ പറഞ്ഞ ഈ റെയ്ഡ്, ഇന്ന് നടന്ന റെയ്ഡ് വീണാ വിജയനെതിരെ, പിണറായി വിജയൻ അതിനകത്ത് കക്ഷി പോലുമല്ല, പക്ഷേ വീണാ വിജയനെതിരെ നടന്ന ഈ റെയ്ഡിന്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ബെനിഫിഷ്യറിയായി മാറിയിരിക്കുന്നു ശ്രീ പിണറായി വിജയൻ. ബ്രാഞ്ച് കമ്മിറ്റി മുതൽ പന്തം കൊളുത്തി പ്രകടനം നടത്താൻ ശ്രീ MV ഗോവിന്ദൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അപ്പൊ ചുരുക്കത്തിൽ ഈ റെയ്ഡ് പിണറായി വിജയനെ നിലവിൽ ഒരു വലിയ പൊളിറ്റിക്കൽ സ്റ്റോമിൽ നിന്ന് രക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നത്, അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ വാചകം ഒന്ന് മാറ്റി പറയണം. അതായത് കറിവേപ്പില പോലെ അദ്ദേഹത്തെ എടുത്ത് കളയുകയല്ല ചെയ്തത്, മറിച്ച് അദ്ദേഹത്തെ പൊളിറ്റിക്കലായിട്ട് സഹായിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇത്രയും വലിയ ഈ പറഞ്ഞ പൂർണ്ണമായിട്ടും അങ്ങനെ പറയാൻ പറ്റുമോ ശ്രീ സിബി സത്യൻ? ഈ ഘട്ടത്തിൽ പിണറായി വിജയനെതിരെ ഇങ്ങനെ നടപടി വരണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കില്ലേ പാർട്ടിയിലുള്ള ആളുകൾ? കാരണം അത്രയും വലിയൊരു അടി പിണറായി വിജയന് കിട്ടിയത് പാർട്ടിക്കാർ കൂടി വിചാരിച്ചത് കൊണ്ടാണ്. അവർക്ക് പെട്ടെന്ന് പിണറായി വിജയനോടൊരു സിമ്പതി വരുവാനുള്ള സാധ്യതയുണ്ടോ?